ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ രാജകുടുംബത്തിലെ ആണെന്നും തമ്പുരാട്ടിയാണെന്നൊക്കെ പറഞ്ഞ രമചേച്ചി വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. പിന്നെ വിശ്വസിക്കാതെ? മുന്നേ വിശ്വസിച്ചിട്ടുള്ളതല്ലേ. എപ്പോഴും ഞാൻ തന്നെ തമ്പ്രാട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ രാജകുടുംബത്തിലെ അംഗമാണെന്നും ഞാൻ തമ്പ്രാട്ടിയാണെന്നും എന്നെ കൊണ്ട് അവർക്ക് വലിയ വലിയ ഗുണങ്ങൾ ഉണ്ടാവുമെന്നും പുറത്തുനിന്ന് ഒരാള് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. അത് നരേന്ദ്രേട്ടൻ തന്നെ പറഞ്ഞാൽ കൂടുതൽ വിശ്വസിക്കും. ഞാനങ്ങനെ പറഞ്ഞാലും നീയും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. തമ്പുരാട്ടിയാണെന്നൊക്കെ പറഞ്ഞ രമചേച്ചിയെ വിശ്വസിപ്പിച്ചിട്ട് ചില നാലാംകിട പെണ്ണുങ്ങളെ പോലെയാ നിന്റെ ചില പ്രവൃത്തിയും സംസാരമൊക്കെ. രാജകുടുംബത്തിൽ ജനിച്ചെന്ന് പറയുകയും വേണം, ചില തൊട്ടിപ്പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കും. അതാ ഇപ്പൊ മനഃപൂർവ്വം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടി വരുന്നത്. ഞാൻ എത്ര മൂടി വെച്ചാലും എന്റെ ആ തൊട്ടി സ്വഭാവം പുറത്തു വരുന്നുണ്ട് നരേന്ദ്രേട്ടാ. അതെ, അത് എന്റെ മാത്രം കുറ്റമൊന്നുമല്ല. അവിടെയുള്ളവര് എന്നേക്കാൾ ലോക്കലാ. പ്രത്യേകിച്ച് ആ ഭദ്രനും കുടുംബവും. അയാളുടെയും അയാളുടെ ഭാര്യയുടെയും മോളുടെയും വർത്താനം കേട്ടാ ദേ ചൊറിഞ്ഞു കേറി വരും എനിക്ക്. അങ്ങനെ നിനക്ക് ചൊറിഞ്ഞു കയറി വരുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം. നിന്നെ ആ വീട്ടിൽ നിന്ന് എടുത്തു കളയാൻ രമേശിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട കാര്യം. അർജുൻ എന്ന് പറയുന്ന ആ ചെറുക്കൻ അവരെ വിട്ടുപോന്നുള്ള പേടിയില്ല അവരിപ്പോ അടങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും കാര്യം കൊണ്ട് അവൻ നിനക്കെതിരായ അന്ന് നീ ആ പടിക്ക് പുറത്താ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അങ്ങ് നിന്നോണം. നരേന്ദ്രേട്ടൻ ഇപ്പൊ പറഞ്ഞത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. എന്റെ ആകെയുള്ള പിടിവള്ളി ആ അർജുനും പിന്നെ അതെ ഈ താലിയുവാ. ഈ താലി അറക്കൂന്ന് ഇടയ്ക്കിടയ്ക്ക് രമാദേവി പറയുന്നുണ്ട്. അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലേ നീ ഒന്ന് സൂക്ഷിച്ചോണം. വെറുതെ അവരൊന്നും പറയാറില്ല. ഈ കാണുന്നൊന്നും അല്ല അവരുടെ സ്വഭാവം. അതെനിക്ക് നന്നായിട്ടറിയാം. അവരതിനായിട്ട് മുന്നിട്ടിറങ്ങിയ അർജുനും താലിയൊക്കെ പോവാൻ അധികം സമയമൊന്നും വേണ്ട. അതെ, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനൊരു ബുദ്ധി ഉപയോഗിക്കുന്നത്. ഞാൻ രാജകുടുംബത്തിലെ ആണെന്നും ഇലവുദേശ കൊട്ടാരവുമായി എനിക്ക് ബന്ധമുണ്ടെന്നും രമാദേവി വിശ്വസിച്ചാൽ ഞാൻ കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാണെന്നും അവർക്ക് തോന്നിയാൽ അവർക്ക് എന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം വരും. ഈ ദേഷ്യപ്പെടുന്ന രമാദേവി തന്നെ എന്നെ സ്നേഹിക്കും. അടിച്ച് പുറത്തു കളയാൻ നിൽക്കുന്ന ഈ രമാദേവി എന്നെ ചേർത്ത് പിടിക്കും. അതെനിക്ക് ഉറപ്പാ. നിന്റെ ഉറപ്പൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയ അത് ബാധിക്കുന്നതേ എന്നെ ആയിരിക്കും. എന്നോടുള്ള അവരുടെ വിശ്വാസം തകരും. അങ്ങനെ എളുപ്പത്തിൽ തകരാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതല്ല ആ വിശ്വാസം. വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ്. എനിക്ക് ഭദ്രേട്ടനോട് ഒരു കാര്യം പറയണമായിരുന്നു. അത് എങ്ങനെ ഏത് രീതിയിൽ പറയണമെന്നാ ഞാൻ ഇത്രയും നേരം ആലോചിച്ചത്.